എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സർഫസ് ടെൻഷൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നതെന്ന് ഉറപ്പിക്കുക. പുതിയ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് മുമ്പോട്ട് പോകാം. നമ്മൾ സർഫസ് ടെൻഷൻ എന്താണെന്ന് പറഞ്ഞു, സർഫസ് ടെൻഷൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ യൂണിറ്റ്, അതിനെ സർഫസ് എനർജി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയുമായിട്ട് താരതമ്യം ചെയ്തു. അതെങ്ങനെ ന്യൂമറിക്കലി സർഫസ് ടെൻഷനോട് ഈക്വൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. സർഫസ് ടെൻഷൻ പ്രവർത്തിക്കുന്നതിൻ്റെ മോളിക്കുലർ മെക്കാനിസം എന്താണ്, കൊഹിഷനും അഡീഷനും പോലുള്ള ഫോഴ്സുകൾ എങ്ങനെയാണ് സർഫസ് ടെൻഷനെ ഡിസൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ ലിക്വിഡ് ഡ്രോപ്പുകൾ എങ്ങനെയാണ് അവയുടെ ഷേപ്പ് കൈവരിക്കുന്നത് എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ ഷേപ്പിനെ കുറിച്ചുള്ള ഡിസ്കഷൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഷേപ്പിനെ കുറിച്ചുകൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അത് ലിക്വിഡ് ഡ്രോപ്പിന് പകരം മെനിസ്കസുകളുടെ ഷേപ്പാണ്. മെനിസ്കസ്, ഹൗ സർഫസ് ടെൻഷൻ ഡിസൈഡ്സ് ദ സർഫസ് ഓഫ് മെനിസ്കസ്. അതായത് ഒരു ലിക്വിഡിനെ നമ്മളൊരു സോളിഡ് സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ ആ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സപ്പോസ് ദർ ഈസ് എ ഗ്ലാസ് ഓർ എന്തെങ്കിലും ഒരു സോളിഡ് സർഫസ് ഉണ്ട്, ഗ്ലാസ് ആകാം, തടിയാകാം, എന്തുമാകാം. ആ സോളിഡ് സർഫസിലേക്ക് നിങ്ങൾ ഒരു ലിക്വിഡിനെ കൊണ്ടുവരുന്നു എന്ന് കരുതുക. അത് ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുക, ലിക്വിഡ് വെറുതെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലിക്വിഡാണ്. ആ സർഫസ് ആ സോളിഡ് സർഫസുമായിട്ട് ചേരുന്ന ഭാഗം, when it is brought in contact with the solid surface, the surface near its plane of contact with the solid is generally curved. അതായത് ഈ ഭാഗത്തെ അതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ സർഫസ് എപ്പോഴും കർവ്ഡ് ആയിരിക്കും. അതങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഇപ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് ഒഴിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതൊരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്ത് നിൽക്കില്ല. അത് എപ്പോഴും കർവ്ഡ് ആയിട്ട് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നേച്ചർ ഓഫ് ദ കർവ്ഡ് സർഫസ്, അത് കർവ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കോൺകേവ് എന്നോ കോൺവെക്സ് എന്നോ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ശരിക്കും അതിന് ഡിസൈഡ് ചെയ്യുന്നത് അവിടുത്തെ കൊഹീസീവ് ഫോഴ്സസും അതായത് കൊഹീസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡിനകത്തെ മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹീസീവ് ഫോഴ്സസും ആ ലിക്വിഡ്സിലെ മോളിക്യൂൾസും ആ സോളിഡ് ലിക്വിഡ്സ് മോളിക്യൂൾസും തമ്മിലുള്ള അഡ്ഹീസീവ് ഫോഴ്സസും തമ്മിലുള്ള ഒരു റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ്, അതായത് അവ ഏതാണ് വലുത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ മെനിസ്കസ്. അതെന്തായാലും കർവ്ഡ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. ആ കർവ്ഡ് മെനിസ്കസ് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്ന് തീരുമാനിക്കുന്നത് സത്യത്തിൽ ഈ കൊഹീസീവ് ഫോഴ്സസിൻ്റെയും അഡ്ഹീസീവ് ഫോഴ്സസിൻ്റെയും റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ്സ് ആയിരിക്കും. ഓക്കെ, നമുക്കത് ചില ഷേപ്പുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാൻ നോക്കാം. ഇപ്പോൾ സപ്പോസ് യു ഹാവ് എ ട്യൂബ്. ഒരു ട്യൂബിൽ വാട്ടറും ഗ്ലാസും തമ്മിലുള്ളൊരു കണക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അത് ഒന്ന് വരച്ച് നോക്കാം. സപ്പോസ് ദിസ് ഇസ് ഇങ്ങനൊരു ട്യൂബ് അവിടെ ഉണ്ടെന്ന് കരുതുക. ആൻഡ് യു ഹാവ് വാട്ടർ ഇൻസൈഡ്. നിങ്ങൾ അതിനകത്ത് വെള്ളം എടുക്കുന്നു. സോ യു ഫിൽ വാട്ടർ ഇൻ ദിസ് ട്യൂബ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ലിക്വിഡ് സർഫസ്, ഈ മെനിസ്കസിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ കർവ്ഡ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ആ കർവ്ഡ് ഷേപ്പ് നമുക്കറിയാം, അത് കോൺകേവ് മെനിസ്കസ് ആണ്. നമ്മൾ ലാബിലൊക്കെ സർഫസ് ടെൻഷൻ്റെ ഒക്കെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ മൈക്രോസ്കോപ്പിലൂടെ ഈ ക്യാപ്പിലറി ട്യൂബിനകത്ത് വെള്ളം കയറിയിരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതൊരു കോൺകേവ് മെനിസ്കസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സപ്പോസ് ഈ ഫിഗറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ പരിഗണിക്കേണ്ടത് രണ്ട് തരം ഫോഴ്സസ് ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ വെള്ളവും ഗ്ലാസും തമ്മിലുള്ള അഡ്ഹീസീവ് ഫോഴ്സ്. അത് എപ്പോഴും ഗ്ലാസിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ആ അഡ്ഹീസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ക്യാൻ ബി മാർക്ഡ് ആസ് FA. ഓക്കെ, ഇനി മറ്റൊരു ഫോഴ്സ് ഉള്ളത് ഈ ലിക്വിഡിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹീസീവ് ഫോഴ്സ് ആണ്. അത് എപ്പോഴും ലിക്വിഡിനകത്തോട്ട് തന്നെ ആയിരിക്കും. പക്ഷെ അത് എത്ര അളവിലുണ്ടെന്ന് തീരുമാനിക്കുന്നത് അത് ഏത് ലിക്വിഡ് ആണെന്ന് അനുസരിച്ചിട്ടിരിക്കും. ഓക്കെ, ആ കൊഹീസീവ് ഫോഴ്സിന്റെ അളവ് തീരുമാനിക്കുന്നത് ഇതിൽ അഡീഷൻ ആണോ അല്ലെങ്കിൽ ഏത് തരം ലിക്വിഡാണ്, അത് എണ്ണയാണോ വെള്ളമാണോ അതോ മെർക്കുറി ആണോ, അങ്ങനെ ഏത് ലിക്വിഡ് ആണെന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ കൊഹീസീവ് ഫോഴ്സിന്റെ അളവ് തീരുമാനിക്കുന്നത്. അപ്പോൾ സപ്പോസ് നമ്മളൊരു മോളിക്യൂളിനെ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നു. സേ ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിലുള്ള ഒരു മോളിക്യൂൾ, ആ മോളിക്യൂളിനെ നമ്മൾ O എന്ന് വിളിച്ചാൽ ആ Oയിൽ ആക്ട് ചെയ്യുന്ന അഡ്ഹീസീവ് ഫോഴ്സിനെ നമ്മൾ FA എന്ന് വിളിക്കുന്നു. ഇഫ് FC ഈസ് ദ കൊഹീസീവ് ഫോഴ്സ്, അത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, അകത്തോട്ടായിരിക്കും ഇരിക്കുന്നത്.
ഇഫ് എഫ് സി ഈസ് ദ കൊഹിസീവ് ഫോഴ്സ് ഇൻസൈഡ് ദ ലിക്വിഡ്, ഈ ഓയിലിരിക്കുന്ന ഒരു മോളിക്യൂളിന് മൊത്തം എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, അത് ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും അല്ലേ. നമുക്ക് തന്നെ പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ആർ ആക്ടിങ് ഓൺ ഓ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് മോളിക്യൂൾ ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ബോത്ത് എഫ് എ ആൻഡ് എഫ് സി. അതിൻ്റെ റിസൾട്ടൻ്റ് കൊഹിസീവ് ഫോഴ്സ്, ഇവിടെ നമ്മൾ വാട്ടറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വാട്ടറാണ് എടുക്കുന്നത്. ഇതേ കാര്യം നമുക്ക് മറ്റൊരു ലിക്വിഡ് എടുത്താൽ അതുകൂടെ വരയ്ക്കുമ്പോഴായിരിക്കും ഈ ഡിസ്കഷൻ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നത്. സപ്പോസ് വി ഹാവ് അനദർ ലിക്വിഡ്, ഇതുപോലെ ഒരു ട്യൂബിൽ, പക്ഷെ നമ്മൾ എടുക്കുന്ന ലിക്വിഡ് മാറി, നമ്മൾ വേറൊരു ലിക്വിഡാണ് എടുത്തതെന്ന് കരുതുക. നമ്മൾ മറ്റൊരു ലിക്വിഡ് എടുത്തു, അത് പക്ഷേ അതിൻ്റെ മെനിസ്കസ് കോൺവെക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടറിന് പകരം മറ്റൊരു, സേ ഇറ്റ് ഇസ് മെർക്കുറി, നമ്മൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഇത് മെർക്കുറി ആണ്. മെർക്കുറി ആണെങ്കിൽ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് കോൺകേവ് മെനിസ്കസ് ആയിരിക്കത്തില്ല, കോൺവെക്സ് മെനിസ്കസ് ആയിരിക്കും. വാട്ടർ ആണെങ്കിൽ അത് കോൺകേവ് മെനിസ്കസ് ആയിരിക്കും. ഇതിൽ രണ്ടിലും നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇതുപോലെ സർഫസിൽ ഇരിക്കുന്ന ഓ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ ഇരിക്കുന്ന ഓ എന്നൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ദർ വിൽ ബി ആൻ അഡ്ഹീസീവ് ഫോഴ്സ്. പക്ഷേ അഡ്ഹീസീവ് ഫോഴ്സ് വളരെ കുറവായിരിക്കും കൊഹീസീവ് ഫോഴ്സിനെ അപേക്ഷിച്ച്. കൊഹീസീവ് ഫോഴ്സ് കുറച്ചുകൂടി വലിയ ഫോഴ്സ് ആയിരിക്കും, അഡ്ഹീസീവ് ഫോഴ്സ് അളവിൽ വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ റിസൾട്ടൻ്റ് പാരലലോഗ്രാം ലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ആർ ഈസ് ഇൻസൈഡ് ദ ലിക്വിഡ് ഡ്രോപ്പ്. ആ ലിക്വിഡ് ബൾക്കിനകത്തേക്കാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് നിൽക്കുന്നത്. പക്ഷെ വാട്ടർ ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്താണ്, അത് ഈ ലിക്വിഡ് സർഫസിന് വെളിയിലേക്കാണ്. ഓക്കെ, ഈ രണ്ട് വ്യത്യാസം, അതായത് ഫോഴ്സ് ഓഫ് കൊഹീഷനും ഫോഴ്സ് ഓഫ് അഡീഷനും തമ്മിലുള്ള ഈ മാഗ്നിറ്റ്യൂഡിലുള്ള റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ്സിലുള്ള വ്യത്യാസം കാരണം ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഇതാണ് ശരിക്കും ആ സർഫസ്, ആ മെനിസ്കസിൻ്റെ സർഫസ് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഈ ഓ എന്ന് പറയുന്ന മോളിക്യൂൾ എടുത്തത് ഈ ലിക്വിഡ് ഗ്ലാസുമായി അല്ലെങ്കിൽ ആ സോളിഡുമായിട്ട് ടച്ചിൽ വരുന്ന സർഫസിൽ വരുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഗ്ലാസ് മോളിക്യൂൾസും ഈ ലിക്വിഡ് മോളിക്യൂൾസും തമ്മിലുള്ള അഡ്ഹീസീവ് ഫോഴ്സ് വരുന്നത്. ഇനി ഇവിടെ ഈ ഭാഗത്തുള്ളൊരു മോളിക്യൂളാണ് നിങ്ങൾ എടുക്കുന്നത്, വേറെ അനദർ മോളിക്യൂൾ എ, അതായത് ലിക്വിഡിൻ്റെ അകത്ത്, ഗ്ലാസിനോട് അടുത്തല്ല. അപ്പോൾ അത് ഗ്ലാസ്സിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ അഡ്ഹീസീവ് ഫോഴ്സ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്താണ്, റിസൾട്ടൻ്റ് ഫോഴ്സ് എപ്പോഴും കൊഹീസീവ് ഫോഴ്സ് മാത്രമായിരിക്കും. അത് എപ്പോഴും ലിക്വിഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴേക്കായിരിക്കും. ഓക്കെ, ലിക്വിഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കൊഹീസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഗ്ലാസ് സർഫസിനോട് അടുത്ത് വരുംതോറും എന്ത് ചെയ്യും, ഈ അഡ്ഹീസീവ് ഫോഴ്സ് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ലിക്വിഡ് സർഫസിൽ നിന്ന് അകലുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇഫ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഈസ് ടു ബി ഇൻ ഇക്വിലിബ്രിയം, ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ആർ ആക്ടിങ് ഓൺ എ മോളിക്യൂൾ ഓൺ ദ സർഫസ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഓക്കെ, ആ സർഫസിന് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തെ ഒരു മോളിക്യൂളിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെന്ന് കരുതുക, ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, ആ മോളിക്യൂളിന് ഇങ്ങോട്ടോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് അങ്ങോട്ടും അനങ്ങേണ്ടി വരും അല്ലെ, ലിക്വിഡിന് ഒരു ടെർബുലൻസ് ഫീൽ ചെയ്യും. നേരെ മറിച്ച് ഇങ്ങോട്ടോ ആണെങ്കിൽ മാത്രമേ സർഫസിന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക, ലിക്വിഡ് സർഫസ് ബിക്കംസ് നോർമൽ ടു ദ റിസൾട്ടൻ്റ് ഫോഴ്സ്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് എങ്ങോട്ടാണോ അതിന് നോർമലായിട്ടായിരിക്കും എപ്പോഴും ലിക്വിഡ് സർഫസ് നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു, ഈ മെനിസ്കസിന്റെ സെന്ററിലേക്ക് വരുമ്പോൾ അഡ്ഹീസീവ് ഫോഴ്സ് ഒന്നുമില്ല, കൊഹീസീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് നേരെ താഴെ ആയതുകൊണ്ട് സർഫസ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കും. ഇവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് വെളിയിലായതുകൊണ്ട് അവിടുത്തെ സർഫസ് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കാൻ നോക്കും. ഇവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും 6, അപ്പോൾ അത് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കാനായിരിക്കും ശ്രമിക്കുക. ഇവിടെയാണെങ്കിൽ അത്രയും വലുതായി, കാരണം അഡ്ഹീസീവ് ഫോഴ്സ് ഇവിടത്തേക്കാളും കൂടുതൽ ഇവിടുത്തെ കുറവായിരിക്കും. അപ്പോൾ ഇത്രയും ചരിവുണ്ടാവില്ല എന്നുള്ള റിസൾട്ടൻ്റ്. അപ്പോൾ അവിടുത്തെ റിസൾട്ടൻ്റ് ഇങ്ങനെയായിരിക്കും. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ജനറലി കോൺകേവ് മെനിസ്കസും കോൺവെക്സ് മെനിസ്കസും എടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പ് തീരുമാനിക്കുന്നത് ഈ റിസൾട്ടൻ്റ് ഫോഴ്സസിന്റെ സ്വഭാവമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് if the surface is concave like this, meniscus is concave like this, അവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
എപ്പോഴും ഇവിടെ എത്തുമ്പോൾ അത് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ട് വരും. കോൺവെക്സ് മെനിസ്കസ് ആണെങ്കിലും സെന്ററിലുള്ള താഴേക്കായിരിക്കും, ബാക്കിയെല്ലാം ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കോൺവെക്സ് ആണോ കോൺകേവ് ആണോ മെനിസ്കസ് എന്ന് തീരുമാനിക്കുന്നത് ജനറലി ആ ലിക്വിഡും സോളിഡും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സും ആ ലിക്വിഡിന്റെ മോളിക്യൂൾസും തമ്മിലുള്ള കൊഹീസീവ് ഫോഴ്സസും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അഡ്ഹീഷൻ ആണോ കൊഹീഷൻ ആണോ കൂടുതൽ സ്ട്രോങ്ങർ എന്നുള്ളതിന് അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് ഈ വ്യത്യാസം കാരണമാണ് എപ്പോഴും റിസൾട്ടന്റ് അഡ്ഹീസീവ് ഫോഴ്സിന്റെയും കൊഹീസീവ് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങോട്ടാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എപ്പോഴും ലിക്വിഡ് സർഫസ് ഓറിയന്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് സർഫസിന്റെ ഡയറക്ഷൻ മാറും. അങ്ങനെ മാറുന്ന ഡയറക്ഷനാണ് സർഫസിനെ കർവ് ചെയ്യുന്നത്. അങ്ങനെയാണ് സർഫസ് എന്ത് ചെയ്യുന്നത്, മെനിസ്കസ് ഇതുപോലെ കോൺവെക്സോ കോൺകേവോ ആയി മാറുന്നത്. അതിനകത്ത് അഡ്ഹീഷൻ ആണോ കൊഹീഷൻ ആണോ സ്ട്രോങ്ങർ എന്നതിനനുസരിച്ചിട്ടായിരിക്കും. അഡ്ഹീഷൻ ആണ് സ്ട്രോങ്ങർ എന്നുണ്ടെങ്കിൽ സർഫസ് കോൺകേവ് ആയിരിക്കും, മറിച്ച് കൊഹീഷൻ ആണ് സ്ട്രോങ് എന്നുണ്ടെങ്കിൽ സർഫസ് കോൺവെക്സ് ആയിരിക്കും. മെർക്കുറിക്കകത്ത് മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹീഷൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട്, അതായത് ഗ്ലാസുമായിട്ടുള്ള അഡ്ഹീസീവ് ഫോഴ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൊഹീഷൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് മെർക്കുറി കോൺവെക്സ് മെനിസ്കസിൽ നിൽക്കാനായിരിക്കും ശ്രമിക്കുക. എന്നാൽ വാട്ടർ എപ്പോഴും അഡ്ഹീസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട്, കൊഹീഷനെ അപേക്ഷിച്ച് അഡ്ഹീസീവ് ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ കോൺകേവ് മെനിസ്കസ് ആയിരിക്കും ഫോം ചെയ്യുക. ഇനി ഇതുപോലുള്ള ഡിസ്കഷൻസിന് നമുക്ക് ഉപയോഗം വരുന്ന മറ്റൊരു ക്വാണ്ടിറ്റി കൂടി നമുക്ക് മനസ്സിലാക്കാം. അതിനെ നമ്മൾ വിളിക്കുന്ന ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്നാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ്. അതായത് നമ്മളൊരു സോളിഡിലേക്ക് നമ്മളൊരു ലിക്വിഡിനെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം, സേ ദർ ഇസ് എ സോളിഡ് സർഫസ് ഹിയർ ആൻഡ് ദെൻ യു ഡ്രോപ്പ് എ ലിക്വിഡ് സർഫസ് ഹിയർ. സോ ഇങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ നോക്കിയാൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ സർഫസ്, കോണ്ടാക്റ്റിൽ വരുന്ന സർഫസ് കർവ്ഡ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്കൊരു ആംഗിൾ പറയാൻ പറ്റും. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് ഇങ്ങനെ ഇരിക്കും, ഇതുപോലെ ഇരിക്കും. സോ ദിസ് ഇസ് ദ ടാൻജന്റ്. ഇപ്പുറത്താണെങ്കിൽ ആ ടാൻജന്റ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സോ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ്. ലിക്വിഡ് സർഫസ് കർവ്ഡ് ആയതുകൊണ്ടാണ്, കർവ്ഡ് ആയിട്ടുള്ള സർഫസിനാണ് നമുക്ക് ഇപ്പോഴും ടാൻജന്റ് വരയ്ക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പൊ ലിക്വിഡ് സർഫസ് കർവ്ഡ് ആയതുകൊണ്ട് ആ ലിക്വിഡ് സർഫസിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ അതിനൊരു ടാൻജന്റ് വരച്ചിട്ട് അതിലേക്ക് സോളിഡ് സർഫസിന് എത്ര ആംഗിൾ ഉണ്ട് എന്ന് ലിക്വിഡിനകത്തുകൂടി മെഷർ ചെയ്യാം. ഓക്കെ, ആൻഡ് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ് ഈസ് നോൺ ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. അത് പ്രധാനമാണ്. സോളിഡ് സർഫസ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നമുക്ക് ലിക്വിഡിനകത്തുള്ള സോളിഡ് സർഫസ് ഏതാണോ ആ സോളിഡ് സർഫസിൽ അവനകത്ത് നിന്നുള്ള ആംഗിൾ മെഷർ ചെയ്താൽ ദിസ് ആംഗിൾ തീറ്റ ഈസ് കോൾഡ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ഇത് ശരിക്കും നമ്മൾ ഇത് എത്രത്തോളം ഒരു ലിക്വിഡിന്റെ സോൾഡിനെ വെറ്റ് ചെയ്യാൻ പറ്റും, വെറ്റ് കഴിഞ്ഞാൽ നനയ്ക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു മെഷറായിട്ടാണ് നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് പറയുന്നത്. വെള്ളം പോലുള്ള ലിക്വിഡുകളുടെ പ്രത്യേകത ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. അതായത് ന്യൂന കോൺ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്, 90 ഡിഗ്രി താഴെ ആയിരിക്കും. എന്നാൽ മെർക്കുറി പോലുള്ള മോളിക്യൂൾസിന് ഈ ആംഗിൾ ഒബ്റ്റ്യൂസ് ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ഗ്ലാസ്സിലേക്ക് ലിക്വിഡ് ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുന്ന ആ ലിക്വിഡ് വെള്ളമാണെങ്കിൽ ആ വെള്ളം ഇങ്ങനെയായിരിക്കും നിൽക്കുക. നിങ്ങൾ മെർക്കുറിയാണ് എടുക്കുന്നതെങ്കിൽ ആ മെർക്കുറി ഡ്രോപ്പ് ഇങ്ങനെയായിരിക്കും നിൽക്കുക. മെർക്കുറി ഡ്രോപ്പിന്റെ സർഫസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് നിങ്ങൾ മാർക്ക് ചെയ്താൽ ഇവിടെ മെർക്കുറി ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി ഒബ്റ്റ്യൂസ് ആംഗിൾ. വാട്ടർ ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി ആൻ അക്യൂട്ട് ആംഗിൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വാട്ടർ വെറ്റ്സ് ദ സോളിഡ് സർഫസ് ആൻഡ് മെർക്കുറി ഡസ് നോട്ട് വെറ്റ് ദ സോളിഡ് സർഫസ്. കാരണം ആംഗിൾ ഓഫ് കോണ്ടാക്ട് എടുക്കുമ്പോൾ മെർക്കുറിയുടേത് ഒബ്റ്റ്യൂസ് ആംഗിളും മറിച്ച് വാട്ടറിൻ്റേത് അക്യൂട്ട് ആംഗിളുമാണ്. ഓക്കെ, വാട്ടറിന്റെ കാര്യത്തിൽ ശരിക്കും അക്യൂട്ട് ആംഗിൾ മാത്രമല്ല, ഇറ്റ് ഇസ് വെരി ക്ലോസ് ടു സീറോ. അതുകൊണ്ടാണ് വെള്ളം വളരെ പെട്ടെന്ന് ഗ്ലാസ്സിലേക്ക് പരന്നു പോകുന്നത്. പക്ഷെ മെർക്കുറി നിങ്ങൾ എടുത്ത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ടിപ്പിക്കലി മെർക്കുറിക്ക് ഏതാണ്ട് 135 ഡിഗ്രിയൊക്കെയാണ് വരുന്നത്. അതിനർത്ഥം മെർക്കുറിയെ വെച്ച് നിങ്ങൾക്ക് ഗ്ലാസ് നനയ്ക്കാൻ പറ്റില്ല. മെർക്കുറി ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഉരുണ്ട് കൂടി നിൽക്കാൻ തന്നെ ശ്രമിക്കുള്ളൂ. വലിയ ഡ്രോപ്പ് ആണെങ്കിൽ ഡ്രോപ്പ് ഒന്ന് പരന്നേക്കാം, പക്ഷെ അപ്പോഴും നിങ്ങൾ
ആ സർഫസിലെ കോണ്ടാക്ട് ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് നോക്കിക്കഴിഞ്ഞാൽ അത് അപ്പോഴും അത് വലിയ ആംഗിൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലിക്വിഡ് സർഫസിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ് അത് ഒരു സോളിഡിനെ വെറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സോളിഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ അത് ആ സോളിഡിനെ അതിന് വെറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. ഇനി നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വാണ്ടിറ്റി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് എക്സസ് പ്രഷർ, അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അക്രോസ് എ സോളിഡ് ലിക്വിഡ് സർഫസ് എന്നുള്ളതാണ് പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ എക്സസ് പ്രഷർ എന്ന് പറയുന്ന ഐഡിയ ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രഷർ ഡിഫറൻസ് എന്താണ് ഇവിടുത്തെ പ്രഷർ ഡിഫറൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ പറഞ്ഞ മെനിസ്കസിൻ്റെ ഡിസ്കഷൻ എടുത്താൽ മതി. നമ്മൾ ആദ്യം ഒരു ലിക്വിഡിൻ്റെ ഒരു പ്ലെയിൻ മെനിസ്കസ് എടുക്കുന്നു എന്ന് കരുതുക. സപ്പോസ് യു ഹാവ് എ പ്ലെയിൻ മെനിസ്കസ്. പ്ലെയിൻ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എ സർഫസ് ദാറ്റ് ഈസ് ഫ്ലാറ്റ് and there is a molecule O. റിസൾട്ട് ഇവിടെ നമുക്ക് അറിയണം. ഇവിടെ O എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുത്തു. ഓക്കെ, സർഫസ് ടെൻഷൻ അനുസരിച്ചിട്ട് നമുക്കറിയാം there will be forces acting on this along all the directions on the surface. ഈ മോളിക്യൂളിന് ഇങ്ങോട്ടും ഒരു സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യും. ഓക്കെ, ഇത് ഫ്രീ സർഫസ് പ്ലെയിൻ ആണെങ്കിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ രണ്ട് സർഫസ് ടെൻഷനുകളും ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്തത്. ഓക്കെ, ഇത് എപ്പോഴും 2 ഡയമെൻഷണൽ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്ലെയിൻ സർഫസ് ആണ് കാണുന്നതെന്നും ഇങ്ങനെ ഒരു O എടുത്തു കഴിഞ്ഞാൽ അതിനെ എല്ലാ സൈഡിലേക്ക് സർഫസിൽ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് സർഫസിൽ എപ്പോഴും ആ ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഫോഴ്സുകൾ സർഫസ് ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പോകും, പ്ലെയിൻ സർഫസ് ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോയിന്റ് ഇതാണ് ലിക്വിഡ് സർഫസിന്റെ ബൾക്ക്. താഴെ ലിക്വിഡ് ഉണ്ട്, ബൾക്കാണ്, മുകളിൽ എയർ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഈ മോളിക്യൂളിന്റെ രണ്ട് ഫോഴ്സസ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വെളിയിൽ എയർ ആണെന്ന് പറഞ്ഞാലും ഈ ലിക്വിഡിന്റെ ഈ സർഫസിലുള്ള മോളിക്യൂൾസിന് എയറുമായിട്ടൊരു അഡീസീവ് ഫോഴ്സ് ഉണ്ട്, താഴത്തെ ലിക്വിഡ് മോളിക്യൂൾസുമായിട്ട് കൊഹീസീവ് ഫോഴ്സസും ഉണ്ട്. അപ്പോൾ ഇത് താരതമ്യം ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെയും മുകളിലും ഓക്കെ ദ പ്രഷർ അറ്റ് എ പോയിന്റ് ജസ്റ്റ് എബവ് ദ സർഫസ് ആൻഡ് ബിലോ ദ സർഫസ്, അല്ലെങ്കിൽ ഈ മെനിസ്കസിന്റെ തൊട്ട് മുകളിലും തൊട്ട് താഴെയും ഉള്ള പ്രഷർ ഈക്വൽ ആയിരിക്കും. Above the meniscus is equal to the pressure at the point just below the meniscus. എവിടെ പ്ലെയിൻ മെനിസ്കസ് ആണെങ്കിൽ മാത്രമാണ് ഇതുണ്ടാവുക. ഇനി മെനിസ്കസ് പ്ലെയിൻ അല്ല, സപ്പോസ് യു ഹാവ് എ കോൺവെക്സ് മെനിസ്കസ്. ഒരു കോൺവെക്സ് മെനിസ്കസ് എടുക്കുക. ഇതേ സ്ഥാനത്ത് പ്ലെയിനിന് പകരം ഒരു കോൺവെക്സ് മെനിസ്കസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, കോൺവെക്സ് മെനിസ്കസ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഈ കോൺവെക്സ് നേച്ചർ കുറച്ച് നമ്മളൊന്ന് എക്സാഗറേറ്റ് ചെയ്ത് വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആ കോൺവെക്സ് മെനിസ്കസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സപ്പോസ് ദർ ഈസ് എ പോയിന്റ് ഓയിലൊരു മോളിക്യൂൾ ഉണ്ടെന്ന് കരുതുക. ഇവിടുത്തെ സർഫസ് ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ എപ്പോഴും ലിക്വിഡ് സർഫസിന് ടാൻജൻഷ്യൽ ആയിരിക്കും. ഇവിടെ ലിക്വിഡ് സർഫസ് കർവ്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലിക്വിഡ് സർഫസ് കർവ്ഡ് ആയതുകൊണ്ട് ടാൻജൻഷ്യൽ ഫോഴ്സും ഒരേ പ്ലെയിനിൽ ആയിരിക്കില്ല. സോ സർഫസ് ടെൻഷൻ ആക്ട് ലൈക്ക് ദിസ് അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ കമ്പോണൻസ് അറിയണം. കാരണം ഇത് സ്ട്രെയിറ്റ് രണ്ടും ഈ ഒരേ ലൈനിലല്ലാത്തത് കൊണ്ട് അവ അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോവില്ല. അപ്പോൾ അത് എത്രത്തോളം ക്യാൻസൽ ചെയ്ത് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് ചെയ്തതുപോലെ വി വിൽ റിസോൾവ് ദിസ് സർഫസ് ടെൻഷൻ ഇൻ ടു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ വെക്ടേഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് ദിസ് ഈസ് എസ് പാരലൽ, ദിസ് ഈസ് എസ് പെർപെൻഡിക്കുലർ. സർഫസിന് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് രണ്ടെണ്ണം, അത് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ഒരേ ലൈനിലാണ്. അപ്പോൾ ഈ പാരലൽ കമ്പോണൻസ് ക്യാൻസൽ ചെയ്തു പോകും. പക്ഷേ ദർ ഈസ് എ വെർട്ടിക്കൽ കമ്പോണന്റ് ദാറ്റ് ഡസ് നോട്ട് ക്യാൻസൽ ഔട്ട് ആൻഡ് ഇറ്റ് ഗീവ്സ് റൈസ് ടു എ സർഫസ് ടെൻഷൻ ഓർ ഫോഴ്സ് ദാറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് അല്ലേ.
So the horizontal components cancel each other, but the vertical components add together so that there is a resultant force normal to the surface. ഈ സർഫസിന് നോർമൽ ആയിട്ട് റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ട്, and there is a resultant force normal to the surface and is directed into the liquid towards the center of curvature of the surface. ഈ സർഫസിന്റെ കർവേച്ചറിന്റെ സെന്റർ എങ്ങനെയാണോ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഫോഴ്സ് ഇൻ ടു ദ ലിക്വിഡ്, അത് അവിടെ ഉണ്ട്, റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ മെനിസ്കസ് ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നത് അല്ലേ, അത് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നത് കൊണ്ട് pressure at a point just below the convex meniscus is greater than the pressure at a point just above the meniscus അല്ലേ. ഇവിടുത്തെ ഒരു പോയിന്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും, കാരണം അവിടെ താഴേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലായേ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പ്ലെയിൻ മെനിസ്കസിന് ഇല്ലാത്ത വിധം ഒരു കോൺവെക്സ് മെനിസ്കസ് വരുമ്പോൾ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് വരുന്നു. അതായത് ലിക്വിഡ് സർഫസിന്റെ രണ്ട് വശങ്ങളിലെ പ്രഷറുകൾ തമ്മിൽ ഒരു ഡിഫറൻസ് വരുന്നു. ഇതേ കാര്യം നമുക്ക് കോൺവെക്സ് മെനിസ്കസിന് പകരം കോൺകേവ് മെനിസ്കസ് എടുത്താലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. ഇതുപോലെ തന്നെ ഇരിക്കും, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എങ്ങോട്ടുള്ള കമ്പോണൻസ് ആണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത് മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. സപ്പോസ് ദർ ഇസ് എ കോൺകേവ് മെനിസ്കസ് ലൈക്ക് ദിസ്. അപ്പോൾ കോൺകേവ് മെനിസ്കസ് ആണെങ്കിൽ ലിക്വിഡ് താഴെയാണ്. ഇവിടുത്തെ പോലെ നമ്മൾ ആ ഫോഴ്സിനെ പരിഗണിച്ചാൽ ഇവിടെ ഒരു O എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടെങ്കിൽ സർഫസ് ടെൻഷൻ ടാൻജൻഷ്യലി ഇങ്ങനെയായിരിക്കും പോവുക. ഇങ്ങനെയായിരിക്കും സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്താൽ, സോ ദീസ് ആർ SS and this is S perpendicular, this is S parallel. സർഫസ് ടെൻഷന്റെ പാരലലും പെർപെൻഡിക്കുലറും കമ്പോണൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പാരലൽ കമ്പോണൻസ് ഇവിടെയും ക്യാൻസൽ ചെയ്ത് പോകും. പെർപെൻഡിക്കുലർ കമ്പോണൻസ് അവിടെ റീഇൻഫോഴ്സ് ചെയ്ത് റിസൾട്ടന്റ് കമ്പോണൻറ്റ് ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ആയിട്ട് മാറും. രണ്ടും കൂടെ ചേർന്നുള്ള റിസൾട്ട് കമ്പോണൻറ്റ് എപ്പോഴും ടുവേഴ്സ് ദ സെന്റർ ഓഫ് കർവേച്ചർ ആയിരിക്കും. പക്ഷേ ഇത്തവണ കോൺകേവ് മെനിസ്കസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ ടു ദ ലിക്വിഡ് ബട്ട് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ടുവേഴ്സ് ഔട്ട്സൈഡ് ദ ലിക്വിഡ്. ഓക്കെ, since the meniscus is in equilibrium, the pressure at a point just above the concave meniscus, ഇവിടുത്തെ പ്രഷർ കൂടുതലും ഇവിടുത്തെ പ്രഷർ കമ്പാരിറ്റീവ്ലി കുറവും ആയിരിക്കും. ഓക്കെ, നേരത്തെ അപ്പോൾ നിങ്ങളൊരു പ്ലെയിൻ മെനിസ്കസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും പ്രഷർ സെയിം. നിങ്ങൾ എടുക്കുന്നത് ഒരു കോൺവെക്സ് മെനിസ്കസ് ആണെങ്കിൽ ഇവിടെ പ്രഷർ കൂടുതൽ. നിങ്ങൾ എടുക്കുന്നത് കോൺകേവ് മെനിസ്കസ് ആണെങ്കിൽ പ്രഷർ വെളിയിലാണ് കൂടുതൽ. ഓക്കെ, കോൺവെക്സ് മെനിസ്കസ് ആണെങ്കിൽ ലിക്വിഡിനകത്താണ് പ്രഷർ കൂടുതൽ വരുന്നത്. കോൺകേവ് മെനിസ്കസ് ആണെങ്കിൽ ലിക്വിഡിന് വെളിയിലെ പോർഷൻ സർഫസിന്റെ ലിക്വിഡ് സർഫസിന്റെ രണ്ട് വശങ്ങൾ, ഒരിടത്ത് ലിക്വിഡും മറ്റിടത്ത് എയറും ആണ് അല്ലെ. അപ്പോൾ ലിക്വിഡ് ഉള്ളിടത്ത് കോൺകേവ് മെനിസ്കസ് ആണെങ്കിൽ ലിക്വിഡ് ഉള്ളിടത്ത് പ്രഷർ കുറവായിരിക്കും. കോൺവെക്സ് മെനിസ്കസ് ആണെങ്കിൽ ലിക്വിഡ് ഉള്ള ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും. Thus for a curved liquid surface tension gives rise to a pressure directed towards the center of curvature of the surface. ആ കർവ് എങ്ങോട്ടാണോ കർവ് ചെയ്തിരിക്കുന്നത് അതിന്റെ സെന്റർ, ആ കർവേച്ചറിന്റെ സെന്ററിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രഷർ ആയിരിക്കും എപ്പോഴും സർഫസ് ടെൻഷൻ ഉണ്ടാക്കുക. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദ ലിക്വിഡ് സർഫസ് ടെൻഡ് ടു കോൺട്രാക്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രഷർ നിൽക്കുന്നിടത്തോളം കാലം ആ സർഫസ് എപ്പോഴും ഇങ്ങനെ ചുരുങ്ങാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സിൻസ് ദ ലിക്വിഡ് സർഫസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം, അത് നമ്മൾ നോക്കുമ്പോൾ കോൺവെക്സ് മെനിസ്കസ് അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ. So it follows that there should be an excess pressure on the concave side in order to neutralize the tendency of the surface to contract. അപ്പോൾ എപ്പോഴും അതിന് സർഫസ് ടെൻഷൻ കാരണം ഇങ്ങനൊരു പ്രഷർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ പ്രഷറിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നൊരു പ്രഷർ അതിന്റെ കോൺകേവ് സൈഡിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിക്വിഡിന് ഇക്വിലിബ്രിയത്തിൽ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ എക്സസ് പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു കർവ്ഡ് ലിക്വിഡ് സർഫസിന്റെ കോൺകേവ് സൈഡിൽ ഉണ്ടാകുന്ന എക്സസ് പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ലിക്വിഡ് സർഫസിന് കർവ്ഡ് ആയിട്ട് നിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺകേവ് സൈഡിൽ എന്തുണ്ടാകണം, ഒരു എക്സസ് പ്രഷർ ഉണ്ടായേ പറ്റും. ഓക്കെ, ആ എക്സസ് പ്രഷറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സർഫസ് ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ സർഫസ്, പിന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അങ്ങനെയാണ് എക്സസ് പ്രഷർ തീരുമാനിക്കുക. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ കണക്റ്റഡ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു
ലിക്വിഡ് സർഫസിന് കർവ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് സർഫസിന് സ്റ്റഡി ആവണമെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺകേവ് സൈഡിൽ ഒരു എക്സസ് പ്രഷർ ഉണ്ടായേ പറ്റും. ആ എക്സസ് പ്രഷർ സർഫസ് ടെൻഷനെയും അവിടുത്തെ കർവ്ഡ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് നമുക്ക് തെളിയിക്കാൻ പറ്റും. സോ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇറ്റ് ഈസ് മോസ്റ്റ് ഓഫൺ ആസ്ക്ഡ് ഫോർ എക്സാമിനേഷൻസ്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സേ വി കൺസിഡർ ഒരു കർവ്ഡ് സർഫസ് ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ ഒരു ചെറിയ എലമെന്റ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, സോ ABCD എന്ന് പറയുന്ന ഒരു ജനറലി കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് നമ്മൾ പരിഗണിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ABCD. ഓക്കെ, ഇവിടെ ABയും കർവ്ഡ് ആണ്, BCയും കർവ്ഡ് ആണ്. രണ്ടിൻ്റെയും കർവേച്ചർ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു കോൺവെക്സ് ആണ്. അപ്പർ സൈഡിൽ കോൺവെക്സ് ആയിട്ടുള്ള, ഇവിടെ കോൺവെക്സ് ആയിട്ടുള്ള ഒരു സർഫസിന്റെ ഒരു ചെറിയ എലമെന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ AB എന്ന് പറയുന്ന സൈഡ് X ആണെന്നും BC എന്ന് പറയുന്ന സൈഡ് Y ആണെന്നും ഇരിക്കട്ടെ. അതായത് AB ഈസ് X ആൻഡ് BC ഈസ് Y. ഓക്കെ, അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. ഇനി നമ്മൾ ഈ എയിലേക്കും ബിയിലേക്കും, ഈ AB എന്ന് പറയുന്ന സർഫസിൽ എയിലേക്കും ബിയിലേക്കും നമ്മൾ ഓരോ നോർമൽസ് വരയ്ക്കുന്നു എന്ന് കരുതുക. We draw normals to the surface AB. അതിനെ നമ്മൾ അപ്പോൾ അത് വരച്ചപ്പോൾ അവ സേ they meet at അവ വേറൊരു പോയിന്റിൽ കൺവേർജ് ചെയ്തു എന്നിരിക്കട്ടെ. സോ ദിസ് ഈസ് വെയർ ദേ കൺവേർജ്. ആ പോയിന്റിനെ നമുക്ക് O1 എന്ന് വിളിക്കും. O1, അതായത് ഈ AB എന്ന സർഫസിലേക്ക് നമ്മൾ എയിലേക്കും ബിയിലേക്കും ഓരോ നോർമൽ വരച്ചാൽ അതെവിടെയാണ് കൺവേർജ് ചെയ്യുന്നത്? സപ്പോസ് ദാറ്റ് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് R1. ഓക്കെ, അപ്പോൾ O1 എന്ന് പറയുന്നത് R1 ആണ്. O1ലാണ് എയിലേക്കും ബിയിലേക്കും ഉള്ള നോർമൽ കൺവേർജ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ നമ്മൾ സിയിലേക്ക് ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ അത് ഈ BO1 എന്ന് പറയുന്ന പോയിന്റിനെ മറ്റൊരിടത്തായിരിക്കും കട്ട് ചെയ്യുന്നത് അല്ലേ? കാരണം അതിൻ്റെ കർവേച്ചർ ഡിഫറൻ്റ് ആണ്. സോ ദിസ് ഈസ് O2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BO2വിനെ നമുക്ക് R2 എന്ന് വിളിക്കാം. സോ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2 ആണ്. ഓക്കെ, AO1 തന്നെയാണ് BO1 അല്ലേ? BO1 ഈസ് ഈക്വൽ ടു AO1 ഈസ് ഈക്വൽ ടു R1. BO2 ഈസ് ഈക്വൽ ടു R2. അത് തന്നെയാണ് CO2 അല്ലേ? സിയിൽ നിന്ന് O2ലേക്ക് ഡിസ്റ്റൻസും അതായത് BC എന്ന് പറയുന്ന കർവ്ഡ് സർഫസിൻ്റെ അത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് ഓർമ്മിപ്പിക്കാം. ദിസ് എ സർഫസ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ABCD എന്ന് പറയുന്ന ഈ സർഫസ് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ AB എന്ന് പറയുന്ന സൈഡും BC എന്ന് പറയുന്ന സൈഡും രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ ഉള്ളതായിരിക്കും. അപ്പോൾ ABയുടെ കർവേച്ചർ ആണ് ഈ R1 എന്ന് പറയുന്നത്, BCയുടെ കർവേച്ചർ ആണ് R2 എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ജിയോമെട്രി വി ആർ കൺസിഡറിങ്. ഓക്കെ, അപ്പോൾ R1 R2 ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ദേ ആർ കോൾഡ് പ്രിൻസിപ്പൽ റേഡിയസ് ഓഫ് കർവേച്ചർ. നമുക്കറിയാം കോൺകേവ് സൈഡ് ഒരു എക്സസ് പ്രഷർ ഉണ്ട്. ഇങ്ങനെ ഒരു ഇതുപോലെ ഒരു കർവ്ഡ് സർഫസ്, കോൺവെക്സ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺകേവ് സൈഡ്, ഡൗൺ സൈഡ്, ഇവിടെ എന്തുണ്ടാവും? ഇവിടെ എപ്പോഴും ഒരു എക്സസ് പ്രഷർ ഉണ്ടാകും. നമ്മൾ സ്മോൾ p കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. സോ P ഈസ് ദ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സസ് പ്രഷർ, കോൺകേവ് സൈഡിലുള്ള അതിൻ്റെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് എക്സസ് പ്രഷർ ഈസ് ഈക്വൽ ടു P. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി ഈ ABCD എന്ന് പറയുന്ന സർഫസ് ഈ പ്രഷർ ഡിഫറൻസ് ഉൾക്കൊണ്ടുകൊണ്ട് അല്പം ഒന്ന് എക്സ്റ്റെൻഡ് ആകുന്നു എന്ന് വിചാരിക്കുക. സോ ദർ ഈസ് ദ സർഫസ് X. ഈ എക്സസ് പ്രഷർ കാരണം ഈ സർഫസ് ഒരല്പം ഒന്ന് മുകളിലേക്ക് എക്സ്പാൻഡ് ആവുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി അനദർ കോൺകേവ് സർഫസ്. ഇതിൻ്റെ മുകളിലുള്ള മറ്റൊരു കോൺകേവ് സർഫസ് ആയിട്ട് അതിനെ
നമുക്ക് അസ്യൂം ചെയ്യാം. സോ ദിസ് ഈസ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ്. ഓക്കെ, എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്നത് ഒരു പുതിയ സർഫസ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എ ബി സി ഡി എന്ന് പറയുന്ന സർഫസ് നേരെ മുകളിലേക്ക് ഒന്ന് പുഷ്ഡ് ആയി. ഓക്കെ, സോ ഇറ്റ് മൂവ്സ് ടു എ സ്മോൾ ഡിസ്റ്റൻസ് ഡി ഇസഡ്. ഒരു ഡി ഇസഡ് ഡിസ്റ്റൻസ് ആണ് അത് പുഷ് ആയത് എന്ന് കരുതുക. അപ്പോൾ ഇതിപ്പോൾ പുതിയ പൊസിഷൻ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷിലേക്ക് പോയി. അപ്പോൾ പുതിയ സേ ദ ന്യൂ ഡയമെൻഷൻസ് ആർ, അത് എ ഡാഷ് ബി ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സും ബി ഡാഷ് സി ഡാഷ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ഡെൽറ്റ വൈയും ആണെന്ന് കരുതുക. അതായത് എക്സ് ആയിരുന്ന ഡിസ്റ്റൻസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിട്ട് എക്സ്പാൻഡ് ആയി, വൈ ആയിരുന്ന ഡിസ്റ്റൻസ് വൈ പ്ലസ് ഡെൽറ്റ വൈ ആയി എക്സ്പാൻഡ് ആയി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ എത്രയാണ്? സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻവോൾവ്ഡ് ഇൻ ദിസ്? അപ്പോൾ വർക്ക് ഡൺ നമുക്ക് എഴുതാം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ എത്രയാണ്? എക്സ് ഇൻറ്റു വൈ ആണ് ഇവിടുത്തെ ഏരിയ, പി ഇൻറ്റു എക്സ് വൈ. അത് ഫോഴ്സ് ആയി. ഡിസ്റ്റൻസ് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? അത് ഡി ഇസഡ് ആണ് അല്ലേ. അപ്പോൾ വർക്ക് ഡൺ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എക്സ് വൈ ഇൻറ്റു ഡി ഇസഡ്. ഇതാണ് നമ്മുടെ വർക്ക് ഡൺ. നമ്മൾ ഇതിൻ്റെ ഈ പ്രഷറിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുന്ന വർക്ക് ഡൺ. നമുക്ക് അറിയേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പി ആണെന്ന് ആലോചിക്കണം. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇവിടുത്തെ പി ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു പി ഇൻറ്റു എക്സ് വൈ ഇൻറ്റു ഡി ഇസഡ്. ഇതായിരിക്കും വർക്ക് ഡൺ. ഓക്കെ, ഇനി നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഈ വർക്ക് ഡൺ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയണം. ഓക്കെ, നമുക്ക് സർഫസ് ടെൻഷൻ്റെ ടേംസിലും നമുക്ക് വർക്ക് ഡൺ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാൽ സർഫസ് ടെൻഷനെ സർഫസ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും അല്ലേ, പ്രഷർ ഇല്ലാതെ തന്നെ. അപ്പോൾ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ സർഫസ് ടെൻഷനെ സർഫസ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ സർഫസ് ഏരിയ അറിയണം. അപ്പോൾ സർഫസ് ഏരിയ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ജിയോമെട്രിക്കൽ ആയിട്ടുള്ള പരിഗണനകൾ, ചില ജിയോമെട്രിക്കൽ കൺസിഡറേഷൻസ് ഇവിടെ ആവശ്യമായിട്ട് വരും. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ അതിൻ്റെ ഈ ജിയോമെട്രി പരിഗണിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഈ ട്രയാങ്കിൾസ് എ ഡാഷ് ബി ഡാഷ് O1 ഈസ് സിമിലർ ടു എ ബി O1 അല്ലേ. എ ഡാഷ് ബി ഡാഷ് O1, ഈ എ ഡാഷ് ബി ഡാഷ് O1 എന്ന് പറയുന്ന ട്രയാങ്കിളും എ ബി O1 എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഴുതാവുന്ന ഒരു കാര്യം എ ഡാഷ് ബി ഡാഷ് ഡിവൈഡഡ് ബൈ എ ബി വിൽ ബി ഈക്വൽ ടു എ ഡാഷ് O1 ഡിവൈഡഡ് ബൈ എ O1 അല്ലേ. ഇതിനെങ്ങനെ എഴുതാം? ദിസ് ഈസ് എ ഡാഷ് ബി ഡാഷ് നമുക്ക് അറിയില്ല. എ ഡാഷ് ബി ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ്, എ ബി എന്ന് പറയുന്നത് എക്സ് ആണ്, ഈസ് ഈക്വൽ ടു എ ഡാഷ് O1 ഈസ് R1 പ്ലസ് ഡി ഇസഡ് ഡിവൈഡഡ് ബൈ എ O1 ഈസ് R1 അല്ല. അങ്ങനെയെങ്കിൽ ഈ R1 പ്ലസ് ഡി ഇസഡ് ബൈ R1നെ R1 by R1 ഈസ് നത്തിങ് ബട്ട് 1 പ്ലസ് ഡി ഇസഡ് ബൈ R1 എന്ന് എഴുതാം അല്ലേ. 1 പ്ലസ് ഡി ഇസഡ് ബൈ R1. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഡി ഇസഡ് ബൈ R1 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എ ഡാഷ് ബി ഡാഷ് എഴുതാം. എ ഡാഷ് ബി ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ഡി ഇസഡ് ബൈ R1. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഡാഷ് ബി ഡാഷിൻ്റെ സൈഡ് കിട്ടി. സോ ദിസ് ഈസ് സേ ഇക്വേഷൻ നമ്പർ 2. ഇനി സിമിലർ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് വശത്തെ രണ്ട് ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സേ കാൽക്കുലേറ്റ് ദാറ്റ് ബി ഡാഷ് സി ഡാഷ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു 1 പ്ലസ് ഡി ഇസഡ് ബൈ R2 എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലെ മറ്റ് സൈഡിൽ രണ്ട് സിമിലർ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനും ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ യു ഹാവ് ദ ന്യൂ ഡയമെൻഷൻസ് ഓഫ് ദ സർഫസ്. എ ഡാഷ് ബി ഡാഷും ബി ഡാഷ് സി ഡാഷും നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ പുതിയ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. പുതിയ ഏരിയ എങ്ങനെയാണ്? സോ ദ ന്യൂ ഏരിയ ഈസ് ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് ഇൻറ്റു ബി ഡാഷ് സി ഡാഷ് വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സ്
y into 1 plus dz by r1 into 1 plus dz by r2. Okay, so ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ xy into 1 plus dz by r1 plus dz by r2 plus dz square divided by r1 r2 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നമുക്കറിയാം ഈ ആക്ച്വൽ സർഫസിലേക്കൊക്കെ വരുമ്പോൾ, ആക്ച്വൽ സർഫസ് ടെൻഷനിലെ സർഫസ് മോളിക്യൂൾസിൻ്റെ ഒക്കെ കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡി സെഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഡി സെഡ് വളരെ ചെറിയ, വണ്ണിനേക്കാൾ ചെറിയ ക്വാണ്ടിറ്റീസ് സ്ക്വയർ ചെയ്യുമ്പോൾ കൂടുതൽ ചെറുതാകാണ് ചെയ്യുന്നത് നമുക്കറിയാം. സോ ദിസ് ഈസ് പ്രാക്ടിക്കലി നെഗ്ലിജിബിൾ സ്മോൾ. അപ്പോൾ നമുക്ക് ആ ടേം നമുക്കിതിനെ നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് xy into 1 plus dz by r1 plus dz by r2. ഇതിനെ രണ്ട് ടേമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് xy plus xy dz into 1 by r1 plus 1 by r2 അല്ലേ, xy dz 1 by r1 plus 1 by r2. So this is the new area. പഴയ ഏരിയ എത്ര ആയിരുന്നു? സോ ദിസ് വാസ് ദ ഓൾഡ് ഏരിയ അല്ലേ, xy ആയിരുന്നു പഴയ ഏരിയ. പുതിയ ഏരിയ xy പ്ലസ് xy dz into 1 by r1 plus 1 by r2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ഏരിയ? Increase in area is obviously xy dz into 1 by r1 plus 1 by r2 എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ ഏരിയ എങ്കിൽ നമുക്ക് സർഫസ് ടെൻഷൻ അറിയാം അല്ലേ. സർഫസ് ടെൻഷൻ നമുക്ക് അറിയാവുന്ന, സർഫസ് ടെൻഷൻ എസ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ, ഇൻക്രീസ് ഇൻ ഏരിയ അല്ലേ. അപ്പോൾ ഇൻക്രീസ് ഇൻ ഏരിയ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അതാണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് സർഫസ് ടെൻഷൻ എസ് ഇൻറ്റു xy dz ഇൻറ്റു 1 by r1 plus 1 by r2. ഓക്കെ, അപ്പോൾ ഇതാണ് വർക്ക് ഡൺ. വർക്ക് ഡണ്ണിന് നമ്മൾ മറ്റൊരു ഇക്വേഷൻ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സേ ഇഫ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4, നമ്മൾ ഇക്വേഷൻ നമ്പർ 1-ൽ വർക്ക് ഡണ്ണിന് വേറെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, p ഇൻറ്റു xy ഇൻറ്റു dz. ഇത് രണ്ടും സെയിം ആണ്, വർക്ക് ഡൺ ആയതുകൊണ്ട് വി ക്യാൻ ഇക്വേറ്റ് ദീസ് ഇക്വേഷൻസ് and we can say that this term is equal to p into xy into dz. p into xy into dz is equal to x into xy dz into 1 by r1 plus 1 by r2. ഇതിനകത്തുള്ള കോമൺ ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. ഇതിനകത്ത് xy കോമൺ ആണ്, രണ്ടിടത്തും കോമൺ ആണ്, dz കോമൺ ആണ് അല്ലേ. സോ നൗ യു അറൈവ് അറ്റ് an equation p, excess pressure p is equal to S into 1 by r1 plus 1 by r2. So this is an important expression. Say equation number 5, and this gives you the equation for excess pressure for a general curved liquid surface. Okay, excess pressure for a general curved liquid surface. നമുക്ക് ചില സമയങ്ങളിൽ ഒരു സർഫസ് കോൺകേവും, അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ r1 r2 റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് നമുക്കറിയാം. ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എപ്പോഴും പോസിറ്റീവ് ആകണമെന്നില്ല, അത് കോൺകേവിനും കോൺവെക്സിനും ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അപ്പോൾ ജനറലി ഒരു സർഫസ് എപ്പോഴും അത് അതിൻ്റെ ഒരു സൈഡ് കോൺകേവും ഒരു സൈഡ് കോൺവെക്സും ഒക്കെ ആവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ r1 r2 പോസിറ്റീവ് ആകാവുന്നേ ഉള്ളൂ. ഇൻ ദാറ്റ് കേസ് ദ ജനറൽ എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ് p is equal to s into 1 by r1 plus or minus 1 by r2. So this is the general expression for excess pressure, where the plus or minus sign indicates that the surface can be both concave or convex. രണ്ടും കോൺകേവോ കോൺവെക്സോ ആണെങ്കിൽ ഒരേ സൈൻ ആയിരിക്കും. ഒരെണ്ണം കോൺകേവും ഒരെണ്ണം കോൺവെക്സും ആകുമ്പോഴാണ് എപ്പോഴും സൈനിൽ ഇതുപോലെ കുറവ്, അതായത് ഒന്നിൽ നിന്ന് ഡിഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ അത് എപ്പോഴും ആഡ് ചെയ്യപ്പെടും. രണ്ടും കോൺവെക്സ് ആണെങ്കിലും രണ്ടും കോൺകേവ് ആണെങ്കിലും ഈ ടേംസ് ആഡ് ചെയ്യപ്പെടും. ഒന്ന് കോൺകേവ് ഒന്ന് കോൺവെക്സും ആണെങ്കിലാണ് ടേംസ് സബ്ട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസസ് കൂടി പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കും.
സ്പെഷ്യൽ കേസസ്. ഓക്കെ, അതായത് ഇത് ജനറൽ എക്സ്പ്രഷൻ ആണ്. സ്പെഷ്യൽ കേസ്, സപ്പോസ് ദർ ഈസ് എ സ്ഫെറിക്കൽ ലിക്വിഡ് ഡ്രോപ്പ്. സ്ഫെറിക്കൽ ലിക്വിഡ് ഡ്രോപ്പ്. ഓക്കെ, സ്ഫെറിക്കൽ ലിക്വിഡ് ഡ്രോപ്പിന്റെ പ്രത്യേകത രണ്ട് റേഡിയസ് സെയിം ആയിരിക്കും. R1 = R2 = R. അങ്ങനെയെങ്കിൽ പ്രഷറിന് എന്ത് വ്യത്യാസം, പ്രഷറിന്റെ എക്സ്പ്രഷൻ എന്ത് വ്യത്യാസം വരും? P R1 R2 ഈക്വൽ ആകുമ്പോൾ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ദിസ് ഈസ് S × 1/R + 1/R. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2S/R. ഓക്കെ, ഇത് ഒരു സ്ഫെറിക്കൽ ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ. സ്ഫിയർ ആകുമ്പോൾ എപ്പോഴും രണ്ട് റേഡിയസും, അതായത് നിങ്ങളൊരു സ്ഫിയറിന്റെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സൈഡും ഒരേ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിരിക്കും. സ്ഫിയറിന്റെ സിമെട്രി അങ്ങനെയായിരുന്നു. ഇനി വാട്ട് ഇഫ് ദർ ഇസ് എൻ എയർ ബബിൾ ഇൻ എ ലിക്വിഡ്? എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ സ്ഫെറിക്കൽ ലിക്വിഡ് ഡ്രോപ്പ് എയറിൽ നിൽക്കുമ്പോൾ ലിക്വിഡിന്റെ അകത്ത്, സ്ഫിയറിന്റെ ഉള്ളിൽ ലിക്വിഡും വെളിയിൽ എയറുമാണ്. എയർ ബബിളിന്റെ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ സെയിം കേസാണ്. ഓൺലി തിങ് ഈസ് വെളിയിൽ ലിക്വിഡും അകത്ത് എയറും ആണെന്നേ ഉള്ളൂ. ഒരു വ്യത്യാസവും ഇല്ല. സോ ദ എക്സ്പ്രഷൻ ഈസ് സെയിം. ഓക്കെ, ഓൺലി തിങ് ഈസ് വേർ ഈസ് ലിക്വിഡ്, വേർ ഈസ് എയർ, അതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സ്ഫെറിക്കലാണ്, എയർ ബബിൾ സ്ഫെറിക്കൽ ആണെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും വരില്ല. ഇനി മൂന്നാമത്തെ കേസ്, എ സോപ്പ് ബബിൾ. ഓക്കെ, നമ്മൾ ഊതി വീർപ്പിക്കുന്ന സോപ്പ് ബബിൾ. സോപ്പ് ബബിളിന്റെ ഒരു പ്രത്യേകത, സോപ്പ് ബബിൾ ശരിക്കും ഒരു ലിക്വിഡിന്റെ ഫിലിമാണ്. ഓക്കെ, എയർ ബബിൾ പോലെയോ അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്പ് പോലെയോ അല്ല. അതായത് ഒരു സൈഡിൽ കംപ്ലീറ്റ് വെള്ളവും ഒരു സൈഡിൽ കംപ്ലീറ്റ് എയറോ എന്ന രീതിയിലല്ല, മറിച്ച് ഇവിടെ അതിന്റെ രണ്ട് സർഫസിലും എയർ ആണുള്ളത്. ഇടയ്ക്കൊരു ചെറിയ ഫിലിം മാത്രമേ ഉള്ളൂ. സോ നൗ യു ഹാവ് ടു സർഫസസ്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ എക്സസ് പ്രഷർ വിൽ ബി ഗിവൺ ബൈ 2S × 1/R1 1/R + 1/R. സോപ്പ് ബബിൾ സ്ഫെറിക്കൽ ആണെങ്കിൽ രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആയിരിക്കും. സോ ദാറ്റ് വിൽ ഗിവ് യു 4S/R. So this is the expression for excess pressure for a soap bubble. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സോപ്പ് ബബിൾ ഊതി വീർപ്പിക്കുമ്പോൾ റേഡിയസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ എക്സസ് പ്രഷർ ശരിക്കും റേഡിയസ് കൂടുമ്പോൾ കുറയുകയാണ് ചെയ്യുക. എക്സസ് പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബബിളിനെ നിങ്ങൾക്ക് ഇക്വിലിബ്രിയത്തിൽ നിർത്താൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ സോപ്പ് ബബിൾ ഊതി വീർപ്പിച്ച് വലുതാക്കും തോറും R കൂടുകയാണ്. അപ്പോൾ R കൂടുമ്പോൾ എക്സസ് പ്രഷർ കുറഞ്ഞു വരും. എക്സസ് പ്രഷർ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡ്, ആ എയർ ബബിളിനെ, സോപ്പ് ബബിളിനെ സ്റ്റഡി ആയിട്ട് നിർത്താനുള്ള പ്രഷർ കുറഞ്ഞു വരികയും കുറച്ച് കഴിയുമ്പോൾ എയർ പ്രഷർ അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബബിൾ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സോപ്പ് ബബിൾ ഒരു പരിധിക്കപ്പുറം വലുതാക്കാൻ കഴിയാത്തത്? സോപ്പ് ബബിളിന്റെ എക്സസ് പ്രഷർ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് കുറയും എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് അതിനെ വലുതാക്കാൻ പറ്റില്ല. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാവുന്നത് ഒരു ഷേപ്പാണ് സിലിണ്ടറിക്കൽ ഡ്രോപ്പ്. സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകത എന്തായിരിക്കും? അവിടെ ഒരു റേഡിയസ് R2 വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. കാരണം സിലിണ്ടറിക്കൽ ഷേപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അവിടെ ഈ സർഫസ് ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അവിടുത്തെ ഒരു സർഫസ് ഇൻഫിനിറ്റി, മറ്റേത് സേഫ് ഇറ്റ് ഈസ് R. Then 1/∞ will become 0. Excess pressure calculate, you will get S/R. So